അമ്മേ, എന്താണ് അമ്മേ ഒന്നും മിണ്ടാത്തത്? മിണ്ടാനൊന്നുമില്ല, അത് തന്നെ. എത്ര ദിവസമായിടാ നിന്നെ ഒന്ന് കണ്ടിട്ട്. എന്തിനാ നീ ഇങ്ങനെ ഉറക്കം വിളിക്കുന്നത്? അമ്മ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമുണ്ടമ്മേ. ഉറക്കം, അത് തന്നെയാണ് ഉത്തരം. എല്ലാവർക്കും ഉറങ്ങണം, ശാന്തമായി, വളരെ ശാന്തമായി. എന്നാലും ഒട്ടും ഉറക്കം വരാത്ത എത്ര അമ്മമാരുണ്ട് മോനെ. നൊന്ത് പ്രസവിച്ചതിന്റെ വേദനയല്ല, കണ്ടു കൊതി തീരാത്തതിന്റെ സങ്കട. നിന്നെ ഒന്ന് അടുത്ത് കിട്ടി ഇത്തിരി നേരം ഒന്ന് മിണ്ടി പറഞ്ഞിരിക്കാൻ. എടാ, ഞാനും ഒരു അമ്മയല്ലേ പൊന്നു മോനെ. എനിക്ക് അഭിമാനമാണമ്മേ, ഇത്രയും സ്നേഹമുള്ളൊരമ്മയുടെ വയറ്റിൽ പിറക്കാൻ കഴിഞ്ഞതിന്റെ അഭിമാനം. എന്റെ മോൻ നല്ല മോനാ, തെറ്റ് ചെയ്യാത്ത മോൻ, തെറ്റിന് കൂട്ടു നിൽക്കാത്ത മോൻ, തെറ്റ് ചെയ്യുന്നവന്റെ കണ്ണിന് നേരെ ചൂണ്ടുവിരൽ ഉയർത്തുന്ന മോൻ. മതിയമ്മേ, മതി. ആയുസിന്റെ കണക്ക് പുസ്തകം ഞാൻ വായിച്ചിട്ടില്ലമ്മേ. ചിലതൊന്നും എനിക്ക് സഹിക്കാൻ കഴിയില്ല. തോക്കെടുക്കുന്നവനോട് പ്രഭാഷണം നടത്തി നേരെയാക്കാനും ആവില്ല. പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? തോക്കുണ്ടോ നിന്റെ കയ്യിൽ? അല്ലാതെ നിനക്ക് എങ്ങനെയാ ഇത്ര ധൈര്യം കിട്ടുന്നത്? തോക്കു വേണ്ട, മരിക്കാൻ തയ്യാറായവന് പോരാട്ടത്തിന്റെ മുഷ്ടി മതിയമ്മേ. നാളെയൊരു പ്രഭാതമുണ്ട്, ചുവപ്പിൽ സങ്കടം നിറയുന്ന പ്രഭാതം. ചിലപ്പോ ആരെങ്കിലും മുടിവെച്ചും വെടിവെച്ചും വീഴ്ത്താം. എന്റെ അമ്മ കരയാത്തൊരമ്മയായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതല്ല, വല്ലാതെ പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ പൊട്ടിക്കരയണം എൻ്റെ അമ്മ. മതി, നീ പോയി വാ. ധീരതയ്ക്കായി നിനക്ക് ഞാനൊന്നും പ്രത്യേകിച്ച് പകർന്നു തരേണ്ടതില്ലല്ലോ. അത് നിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതല്ലേ. പോയി വാ, പോയി വാ മോനെ, പോയി വാ ഭഗത്തെ. ഇതെന്റെ ഭാരതം. സമ്മതിക്കില്ല, സമ്മതിക്കില്ല. ഞാൻ അടക്കി ഭരിക്കാൻ ആരെയും സമ്മതിക്കില്ല. കഴുമരത്തിൽ കയറേണ്ടി വന്നാലും വെടിയുണ്ടയാൽ വീഴേണ്ടി വന്നാലും ഉറപ്പ്. എനിക്കൊരു മതമുണ്ട്, അത് മനുഷ്യന്റെ മതമാണ്. ഉശിരും ഉയരുമുള്ള സ്നേഹത്തിന്റെ മതം, വിപ്ലവം. അതാണ് എന്റെ മതം. അധികാരപീഠം ചിരിപ്പൂ വെറുപ്പിന്റെ കുടിലതന്ത്രം ജയിക്കുന്നു. അധികാരപീഠം ചിരിപ്പൂ വെറുപ്പിന്റെ കുടിലതന്ത്രം ജയിക്കുന്നു. അകലേക്കു നോക്കൂ, കറുത്ത സൂര്യൻ ഉദിച്ചുയരുന്നു ചക്രവാളത്തിൽ. അകലേക്കു നോക്കൂ, കറുത്ത സൂര്യൻ ഉദിച്ചുയരുന്നു ചക്രവാളത്തിൽ. തിരികളായി നമ്മൾ പരസ്പരം നീട്ടുന്ന ചിരിവെളിച്ചങ്ങൾ കെടുന്നു. തിരികളായി നമ്മൾ പരസ്പരം നീട്ടുന്ന ചിരിവെളിച്ചങ്ങൾ കെടുന്നു. ഇരുളിൽ പരസ്പരം നഷ്ടപ്പെടാതെ നാം വഴികളിൽ പതറാതിരിക്കാൻ. ഇരുളിൽ പരസ്പരം നഷ്ടപ്പെടാതെ നാം വഴികളിൽ പതറാതിരിക്കാൻ. അടരിന്റെ തീപ്പന്തമാകാം സ്വയം ജ്വലിച്ചരുതായ്മകൾ ചുട്ടരിക്കാം. 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 അരുതായ്മകൾ ചുട്ടരിക്കാം. അരുതായ്മകൾ ചുട്ടരിക്കാം.
എന്താ ഇത്? അമ്മയുടെ കൈകൾ വിറയ്ക്കുന്നു. എന്റെ അമ്മയുടെ കണ്ണുകൾ നിറയുന്നു. പാടില്ല. എന്റെ അമ്മയുടെ കണ്ണുനീർ കൊണ്ട് ഈ പിതൃഭൂമി നനയാൻ പാടില്ല. ചിരിച്ച മുഖത്തോടെ എനിക്ക് ഒരു പിടി ചോറ് തരിക. ഈ മകന് വേണ്ടി അമ്മ കാത്തുവെച്ച അവസാനത്തെ ഒരു പിടി ചോറ്. ഇതു വസന്തം, വേദനകളുടെ വേരു താഴ്ത്തി ചരിത്രത്തിൽ നിവരുമേതോ നോവുകൾക്കിതു പുതിയൊരാകാശം, പുതിയൊരാകാശം, പുതിയൊരാകാശം. ഒരു നിമിഷം ഞാൻ അമ്മയായിപ്പോയി. വിപ്ലവകാരികളായ ഭഗത്തിന്റെയും കൂട്ടരുടെയും സമരമാർഗം ഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. 1919 ഏപ്രിൽ 13 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ രക്തരൂക്ഷിതമായ ഏട്. ജാലിയൻ വാലാബാഗിലെ പ്രതിഷേധ യോഗം. ബ്രിഗേഡിയർ ജനറൽ ഡയറുടെ നേതൃത്വത്തിൽ വെടിവെപ്പ്. രക്തക്കളത്തിലേക്ക് ഒരു ബാലൻ ഇറങ്ങി വന്നു. മണ്ണ് വാരി ശപഥം ചെയ്തു. ആ കുട്ടി വിപ്ലവകാരി ഭഗത്തിനെ ഞാൻ കണ്ടു. വിപ്ലവാഹ്വാനവുമായി ലഘുലേഖകൾ തൂവിയ യുവാവ് ഭഗത്തിനെ കണ്ടു. അമ്മയിൽ നിന്നും അവസാന ചോറുരുളയും വാങ്ങിക്കഴിച്ച ഭഗത്തിനെ കണ്ടു. ബ്രിട്ടീഷ് നരാധമത്വം അവസാനം ആ ഭാരതപുത്രനോട് ചെയ്തത്